തെരഞ്ഞെടുപ്പിന് ശേഷവും തെരഞ്ഞെടുപ്പ് നടക്കുന്ന അന്നും ഏപ്രിൽ മാസം 26 പ്രത്യേകമായിട്ടൊരു പരാതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ പിന്നെ ഇൻലൻഡ് എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റിനെ കുറിച്ച് ജോസ് വള്ളൂർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കാർത്യായനി അമ്പലം റോഡിലുള്ള ഇൻലൻഡ് ഉദയ അപ്പാർട്ട്മെന്റിലെ വിലാസം വെച്ചുകൊണ്ട് ധാരാളം വോട്ടുകൾ കൃത്രിമമായി ചേർത്തതായിട്ടുള്ള വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ വിഷയം വീണ്ടും സമൂഹത്തിന് മുമ്പാകെ ഉന്നയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തവണ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളം മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പലതും വളരെ വിചിത്രമായ മാനദണ്ഡം എന്ന നിലയിൽ നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. ഒരു വോട്ടർ ചേർക്കാൻ ആഗ്രഹിക്കുന്ന മേൽവിലാസത്തിൽ ഒരു പോസ്റ്റൽ കാർഡ് വന്നാൽ അതുപോലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള മാനദണ്ഡമായി പിന്നെ വെച്ചുകൊണ്ടുള്ള വിചിത്രമായ നിർദ്ദേശങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആളൊഴിഞ്ഞു കിടക്കുന്ന ഫ്ളാറ്റുകളിലും അപ്പാർട്ട്മെന്റുകളിലും ഈ മേൽവിലാസത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വന്ന പോസ്റ്റൽ കാർഡുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന സംഘടിതമായ വോട്ടർ പട്ടിക ക്രമക്കേട് BJPയുടെ നേതൃത്വത്തിൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രത്യേകിച്ച് തൃശൂർ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് ധാരാളമായി നടന്നിട്ടുണ്ട്. അതില് ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളുണ്ട്. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിനോട് പിന്നെ തൃശ്ശൂരിനോട് അതിർത്തി പങ്കെടുക്കുന്ന പഞ്ചായത്തുകളിലെ ആളുകളെ ചേർത്തതായിട്ടുള്ള വിവരങ്ങളുണ്ട്. ഇവിടെ വേലൂരിനെ കുറിച്ച് പറഞ്ഞ അതുപോലെ തന്നെ വരവൂർ പഞ്ചായത്തിൽ നിന്നുള്ള വോട്ടുകൾ വോട്ടർ പട്ടികയിലേക്ക് വന്നതിനെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തീർച്ചയായും ഇതിനെ സംബന്ധിച്ച് കൂടുതൽ പിന്നെ തെളിവുകൾ വരും ദിവസങ്ങളിൽ പിന്നെ ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെ പുറത്തു വിടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കും. ശരി, ജോസ് വള്ളൂർ, ഇതിനകത്ത് നിയമ നടപടി വൈകിയെന്ന ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ അറിയാമോ, ഈ സർക്കാരിന് ഇതിനകത്തൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, കമ്മീഷന്റെ അധീനതയിലാണ് സർവ്വതും എന്ന് പറയുന്നു. അതേസമയം സർക്കാരിന്റെ ഉദ്യോഗസ്ഥർക്ക് ആ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാവേണ്ടതല്ലേ എന്ന ക്വസ്റ്റ്യൻ ശ്രീ ഷാബു ചോദിക്കുകയും ചെയ്യുകയാണ്. പിന്നെ ഇത് LDF തോറ്റുപോയ മണ്ഡലമാണല്ലോ, അവിടുത്തെ പ്രശ്നത്തെ കൂടുതൽ ഉച്ചത്തിൽ LDF ഒന്നാകെ, അതിലെ കക്ഷികൾ ഒന്നാകെ ചേർന്ന് നിന്നുകൊണ്ട് മുഴക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അത് നടക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇതിനെ സംബന്ധിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നോക്കുകുത്തിയാക്കി എന്നുള്ളതാണ് സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ദുര്യോഗം. ഇതിൻ്റെ ഉന്നതാധികാര സമിതിയിൽ 3 അംഗങ്ങളാണ്: പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ്. പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ അധികാര പരിധി ഉപയോഗിച്ച് ചീഫ് ജസ്റ്റിസിനെ മാറ്റി കേന്ദ്രമന്ത്രിനെ അതിൽ വെച്ചു. അത് തന്നെ ലംഘനമല്ലേ? എന്താ അതിൻ്റെ അർത്ഥം? ആ 3 അംഗ സമിതിയിൽ ഭൂരിപക്ഷം പ്രധാനമന്ത്രി നേതൃത്വം കൊടുക്കുന്ന സംവിധാനത്തിന് വേണം. അതല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ വളരെ വ്യക്തമാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും മാറ്റി നിർത്തി അധികാരത്തിൻ്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തി BJP വ്യാപകമായി വർഷങ്ങളായി ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ, ജനാധിപത്യ അട്ടിമറികൾ, അത് ആവർത്തിച്ച് ഓരോ സംസ്ഥാനങ്ങളും പിടിച്ചെടുക്കുക, ഓരോ സീറ്റുകളും പിടിച്ചെടുക്കുക എന്നുള്ളതാണ് തന്ത്രം. അതിന് അധികാരം ഉപയോഗപ്പെടുത്തുന്നു. അത് പറയുമ്പോൾ കോൺഗ്രസിന് എന്താ പണി? കോൺഗ്രസ് ഉള്ള കാലത്ത് അതല്ലല്ലോ അതിന് ചോദ്യം. നമ്മൾ 55 വർഷക്കാലം ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലിരുന്നു. ജനാധിപത്യ മൂല്യങ്ങൾ പുറകെ പിടിച്ചുകൊണ്ട് ജനാധിപത്യം സംരക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്.